അതിൻ്റെയും മേലെ പോകണം. അതിൻ്റെയും മേലെ എങ്ങനെ കെട്ടുക? അതിൻ്റെയും മേലെന്ന് വെച്ചാൽ അതിലും വലുതെന്ന്. പക്ഷെ നമ്മൾ വിചാരിച്ച പൈസ ഒന്നും മതിയാവില്ല കേട്ടോ. നമുക്ക് ആളെ കൂട്ടിയാൽ പോരെ? കൂട്ടണം. ഗോൾ കീപ്പർ അലിസൺ, പ്രതിരോധ മാർക്കിഞ്ഞോ, ഗോൾ കീപ്പർ അലിസൺ, പ്രതിരോധ മാർക്കിഞ്ഞോ. ഇവിടെ മിനിമം ഒരു 5 പേരെങ്കിലും അറിയാണ്ട് ഇവർ ടീമാന്ന് വിശ്വസിക്കൂലോ. പല ജപ്പാനായിട്ട് ആയാൽ മതിയായിരുന്നു. അതാകുമ്പോൾ ഒരു 4 ലീന്നും 5 ലൂന്നൊക്കെ പഠിച്ചാൽ ടീം ഫുള്ളായി. ഞാൻ അപ്പൂൻ്റെ അച്ഛനാണേ. ഹലോ അപ്പച്ചാ. ഓ മാമൻ്റെ കല്യാണത്തിന് വരെ ലീവ് എടുക്കാണ്ടെന്ന് ഈ നമ്മളെ കൂന്ന് പറയുന്ന റൊണാൾഡോൻ്റെ കളിയുണ്ടായിരുന്നു. ഒരു ലീവ് നിങ്ങൾ കൊടുക്കണം. ഇവിടുത്തെ പ്രിൻസിപ്പല് ഉറുക്കെ ഒരു ലീവ് തരുമെന്ന് തോന്നുന്നില്ല. കള്ളപ്പേർക്ക് ഇല്ലടാ. നല്ല എന്നടാ, ഞാൻ വിചാരിച്ചു ഇത് ബസ് നിർത്തിയിട്ടെന്നാ. അർജന്റീനൻ്റെ കൊടിയാ ഓല് കേൾക്കണ്ട. അല്ല നമ്മളെ കാര്യം എന്തായി? ഞാൻ ആകെ കൺഫ്യൂഷനിലായിട്ടുള്ള. അതാ അജേഷ് ഇങ്ങനെ പറയുന്നു ഓൻ്റെ നിൽക്കണമെന്ന്. അയ്യോ, നമ്മൾ 11 നാളായി നിങ്ങളെ ചെക്കൻ നടക്കോ? നിങ്ങൾ 11 നാളായി. നിങ്ങളെ വലിയ പൈസ വരുന്നത് 250 റുപ്യല്ലേ? ഓൻ്റെ അടുത്ത് ആകെ 100 റുപ്യ വേണ്ടു. ഓൻ്റെ അടുത്ത് 10-30 ആളുണ്ട്. പക്ഷെ അത് വേറെ ടീമല്ലേ? എല്ലാം ഒരു ടീം തന്നെയല്ലേ? എന്ത് വർത്താനാടാ ഇനി പറയാം. എൻ്റെ ചെക്കനല്ലേ, ഓൻ്റെ അടുത്ത് 100 റുപ്യ വന്നു. ഇനിയിപ്പോൾ ഞാൻ വന്നാൽ പിന്നെയും വലിയ പൈസ വരുന്നില്ല നിങ്ങളോട്. ഓരോട് കുറേ ആളുകൊണ്ട് പൈസയും കുറവല്ലേ? അതുകൊണ്ട് നിങ്ങൾ ടീം മാറുന്ന. ഞാൻ പോട്ടെ എന്നാല്. അടുത്ത കൊല്ലം നിങ്ങളോട് നിൽക്കാം. അടുത്ത കൊല്ലം. എടാ ഇനി 4 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ കളിയുള്ളൂ. എനിക്ക് കൊല്ലം കളി വെച്ചേരാ. എൻ്റെ അഭിപ്രായത്തിൽ 10 കൊല്ലം കൂടുമ്പോൾ കളി വെക്കണം. ഓരോ ഫ്ലക്സും ലിസ്റ്റും പറഞ്ഞിട്ട് പൈസ വാങ്ങുന്നു. ബാബു, നമ്മൾ ജമാൽഖാൻ്റെ മോനോട്ടുള്ള ഒരു ചങ്ങാൻ്റെ പുതിയ വെച്ചിട്ടില്ലേ? അവിടെ എത്തും. ഇതായിട്ടും വരാം.